നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഷാഫി പറമ്പിലിന് ഈ സംഘർഷത്തിനിടെ മൂക്കിന് അടിയേൽക്കുകയും മാത്രമല്ല ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു. പക്ഷേ പോലീസ് പറയുന്നത് അങ്ങനെ ഒരു ലാത്തി ചാർജ് ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു ആക്രമണത്തിലേക്ക് നയിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു ലാത്തി ചാർജ് ഉണ്ടായിട്ടില്ല എന്നൊരു വാദം കഴിഞ്ഞ ദിവസം മുതൽ പോലീസ് ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ റൂറൽ SP KE ബൈജുവും ഈ ഒരു വാദം വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ്. ഇന്നും ആ വാദത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. കോഴിക്കോട് പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ MPക്കെതിരെ നടന്ന പോലീസ് അതിക്രമത്തിൽ ദുരൂഹതയുണ്ട് എന്ന് റൂറൽ SP KE ബൈജുവിന്റെ വെളിപ്പെടുത്തൽ. സംഭവത്തിൽ പോലീസിലെ ചില ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന സംശയം ഉണ്ട് എന്നാണ് KE ബൈജു പറയുന്നത്. അത് ആരാണെന്ന് കണ്ടെത്താനാണ് ഇപ്പോൾ ശ്രമങ്ങൾ നടത്തുന്നതെന്നും ആരാണെന്ന് കണ്ടെത്താൻ വിശദമായ അന്വേഷണം നടക്കുകയാണെന്നും SP വ്യക്തമാക്കി. വടകരയിൽ നടന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പരിപാടിക്കിടെയാണ് റൂറൽ SP ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. സംഘർഷം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി കണ്ണീർ വാതക പ്രയോഗം മാത്രമാണ് ഉണ്ടായത്. ലാത്തി ചാർജ് നടന്നിട്ടില്ല. എന്നാൽ MPയെ പുറകിൽ നിന്ന് ലാത്തി കൊണ്ട് അടിച്ചു എന്ന SP-യുടെ തന്നെ പരാമർശം ലാത്തി ചാർജ് നടന്നിട്ടില്ലെന്ന വാദത്തിന് വിരുദ്ധമാവുകയാണ്. മാത്രമല്ല, മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങൾ ഈ വാദത്തെ തകർക്കുകയാണ്. പോലീസ് ലാത്തി ഉപയോഗിച്ച് MPയെ അടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത് സംഭവത്തിൽ പോലീസിന് വലിയ തിരിച്ചടിയായി മാറിയെന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. എന്തായാലും അത്തരത്തിലൊരു സംഭവം, അതായത് ലാത്തി ചാർജിലേക്ക് നയിക്കപ്പെടുന്ന രീതിയിലൊന്നും ഉണ്ടായിട്ടില്ല, മറിച്ച് മറ്റാരോ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി ഇടയ്ക്ക് നിന്ന് പ്രവർത്തിച്ചു എന്ന രീതിയിലാണ് റൂറൽ SP-യുടെയും പ്രതികരണം. പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥരെ കണ്ടെത്താനുള്ള അന്വേഷണം നിർണായകമാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി. ലാത്തി ചാർജ് നിങ്ങൾ കണ്ടു കാണും, അതായത് കമാൻഡ് ചെയ്യും, വിസിലടിക്കും, അടിച്ചോടിക്കും. അങ്ങനെ ഒരു ആക്ഷൻ പക്ഷെ നടന്നിട്ടില്ല. ഞങ്ങളുടെ കൂട്ടത്തിലെ ചില ആളുകൾ മനഃപൂർവ്വം കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. AI ടൂൾ ഉപയോഗിച്ച് ആരാണ് എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. MPയെ പുറകിൽ നിന്ന് ലാത്തി കൊണ്ട് അടിക്കുന്ന ദൃശ്യമുണ്ട്. അതിനു മുൻപ് എല്ലാ വിഷ്വൽസും നോക്കിയിട്ട് തന്നെയാണ് ലാത്തി ചാർജ് നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞതെന്നും കോഴിക്കോട് റൂറൽ SP KE ബൈജു വ്യക്തമാക്കുകയുണ്ടായി. എന്തായാലും ഇടയ്ക്ക് നിന്ന് ആരോ പ്രവർത്തിച്ചത് ആരാണെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. തീർച്ചയായിട്ടും അത്തരത്തിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അന്വേഷണത്തിലൂടെ കണ്ടെത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും MPക്കെതിരായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് പ്രക്ഷോഭം ശക്തമാക്കിയിരിക്കുകയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പിൽ MP ഉൾപ്പെടെ 692 UDF പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. എന്തെങ്കിലും അട്ടിമറി സാധ്യതകൾ ഉണ്ടോ എന്നതടക്കമുള്ള അന്വേഷണമാണ് നിലവിൽ പുരോഗമിക്കുന്നത്. അതേസമയം ഷാഫി പറമ്പിൽ MPക്കെതിരായ പോലീസ് നടപടിയിൽ 3 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് DGPക്ക് പരാതി. അതായത് ഈ 692 പേർക്കെതിരെ കേസെടുത്ത നടപടിക്കെതിരെയാണ് ഇപ്പോൾ പരാതി DGPക്ക് നൽകിയിരിക്കുന്നത്. 2 DYSPമാർക്കും ഷാഫിയെ ലാത്തി കൊണ്ടടിച്ച പോലീസ് ഉദ്യോഗസ്ഥനുമെതിരെയാണ് കോഴിക്കോട് കോൺഗ്രസ് നേതൃത്വം പരാതി നൽകിയത്. നടപടി ഉണ്ടായില്ലെങ്കിൽ റൂറൽ SP-യുടെ ഔദ്യോഗിക വസതി അടക്കം ഉപരോധിച്ചുകൊണ്ട് പ്രതിഷേധം കടുപ്പിക്കുമെന്നും നേതൃത്വം വ്യക്തമാക്കി. അതേസമയം പോലീസ് നടപടിയെ ന്യായീകരിച്ച് പേരാമ്പ്രയിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് LDF. ഷാഫിക്ക് പോലീസ് മർദ്ദനത്തിലല്ല പരിക്കേറ്റതെന്ന SP-യുടെ വാദം CPM ഏറ്റെടുത്തിരുന്നു. പക്ഷേ ലാത്തിയടിയുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ അത് LDFന് വലിയ തിരിച്ചടിയായി മാറുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. അതേസമയം റൂറൽ SP ബൈജുവിനെതിരെ രൂക്ഷ വിമർശനവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. ബൈജുവിന് കൺഫേർഡ് IPS നൽകിയത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചതിന്റെ പാരിതോഷികമായാണ്. നെറ്റോറിയസ് ക്രിമിനൽ ആണ് അയാൾ. ബൈജു CPM ജില്ലാ സെക്രട്ടറിയുടെ പണി ചെയ്യേണ്ടെന്നും കോൺഗ്രസ് പ്രവർത്തകരുടെ മെക്കിട്ട് കയറാമെന്ന് കരുതേണ്ടെന്നും കോഴിക്കോട് ഷാഫി പറമ്പലിനെ ആശുപത്രിയിൽ സന്ദർശിച്ച ശേഷം കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ചോര ഒഴുകുമ്പോഴും ഷാഫി പറഞ്ഞ കാര്യങ്ങളാണ് ഇതിലെ രാഷ്ട്രീയം. ശബരിമലയിൽ അയ്യപ്പന്റെ പൊന്നുകെട്ട വിഷയം മറയ്ക്കുവാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമായാണ് MPയായ ഷാഫിയെ പോലും ക്രൂരമായി തെരുവിൽ മർദ്ദിക്കുന്നത്. ജില്ലാ കോൺഗ്രസ് അധ്യക്ഷനെ KC മുൻ സംസ്ഥാന പ്രസിഡന്റിനെ മർദ്ദിക്കുന്നു. ഇവിടുത്തെ റൂറൽ SP ഉണ്ട് ബൈജു. അയാൾക്ക് സർക്കാർ കൺഫേർഡ് IPS നൽകിയത് തന്നെ മുൻകാലത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചതിന്റെ പാരിതോഷികമായിട്ടാണ്. കോഴിക്കോട് നഗരത്തിൽ തന്നെ ജോയൽ എന്നൊരു കോൺഗ്രസ് പ്രവർത്തകനെ കഴുത്തു ഞെരിച്ച് ശ്വാസം മുട്ടിച്ച നെറ്റോറിയസ് ക്രിമിനലാണ് അയാൾ. ഷാഫി പറമ്പലിനെ പോലീസ് ആക്രമിച്ചിട്ടില്ലെന്നാണ് അയാൾ ഇന്നലെ പറഞ്ഞത്. ദൃശ്യങ്ങൾ തെളിവായി നിൽക്കുമ്പോഴാണ് ബൈജു ഇത് പറയുന്നത്. റൂറൽ SP-യുടെ പണി മാത്രം ബൈജു നടത്തിയാൽ മതി, CPM ജില്ലാ സെക്രട്ടറിയുടെ പണി ചെയ്യേണ്ട. IPS കൺഫർ ചെയ്ത് തന്നതിന്റെ നന്ദി കാണിക്കാൻ കോൺഗ്രസ് പ്രവർത്തകരുടെ മെക്കിട്ട് കയറാമെന്ന് ബൈജു അടക്കം ഒരു പോലീസുകാരനും വിചാരിക്കേണ്ട. കേരളത്തിലെ മുഴുവൻ UDFകാരെയും ചോരയിൽ മുക്കിയാലും അയ്യപ്പന്റെ സ്വർണം എവിടെയെന്ന് ഞങ്ങൾ ചോദിക്കുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു.
കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDSF പ്രവർത്തകർക്കെതിരെയുണ്ടായ അക്രമത്തിൽ പ്രതിഷേധിച്ച് UDF നടത്തിയ പ്രകടനത്തിന് നേരെയായിരുന്നു പോലീസ് ലാത്തി ചാർജ് നടത്തിയത്. ഈ പ്രകടനത്തിലായിരുന്നു ഷാഫി പറമ്പിൽ MP ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റത്. പ്രതിഷേധക്കാരെ മുഖാമുഖം നിന്ന് നേരിട്ട് പോലീസ് ലാത്തി കൊണ്ട് ഷാഫിയുടെ തലയ്ക്കും മുഖത്തും മർദ്ദിക്കുകയായിരുന്നു. മൂക്കിന് പരിക്കേറ്റ ഷാഫിയെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആക്രമണത്തിൽ പ്രതിഷേധിച്ച് പേരാമ്പ്രയിൽ UDF ഹർത്താലായിരുന്നു ഈ സംഭവം നടക്കുന്ന ദിവസം. പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് ഓഫീസ് അടപ്പിക്കാൻ ശ്രമിച്ച UDF പ്രവർത്തകരും പഞ്ചായത്ത് പ്രസിഡന്റും CPM നേതാവുമായ VK പ്രമോദും തമ്മിൽ വാക്കേറ്റവും ഉന്തും തള്ളുമുണ്ടായി. വ്യാഴാഴ്ച പ്രവർത്തകർക്കെതിരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് UDFും VK പ്രമോദിനെതിരെയുള്ള കയ്യേറ്റ ശ്രമത്തിൽ പ്രതിഷേധിച്ച് CPMും പേരാമ്പ്രയിൽ പ്രകടനം നടത്തുകയായിരുന്നു. ആദ്യം നടന്ന CPM പ്രകടനം മാർക്കറ്റ് പരിസരത്ത് നിന്ന് തുടങ്ങി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. പിന്നീട് വന്ന UDF പ്രകടനം ബസ് സ്റ്റാൻഡിൽ എത്തുന്നതിന് മുമ്പ് പോലീസ് തടഞ്ഞു. സ്റ്റാൻഡിൽ നിലയുറപ്പിച്ച CPM പ്രവർത്തകരും UDF പ്രവർത്തകരും തമ്മിൽ സംഘർഷമില്ലാതിരിക്കാനാണ് പോലീസ് തടഞ്ഞത്. എന്നാൽ പിരിഞ്ഞു പോകാൻ UDF പ്രവർത്തകർ തയ്യാറായില്ല. തുടർന്ന് പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ഗ്രനേഡ് പ്രയോഗിക്കുകയും സംഘർഷത്തിൽ കലാശിക്കുകയുമായിരുന്നു. എന്തായാലും പാർലമെന്റ് അംഗമാണ് ഷാഫി പറമ്പിൽ. അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയിട്ടും അതിന് ഉത്തരവാദികളായ പോലീസുകാർക്കെതിരെ ആഭ്യന്തര വകുപ്പ് യാതൊരു നടപടി സ്വീകരിച്ചില്ല എന്ന ഒരു വിമർശനം നിലവിൽ ശക്തമാവുന്നുണ്ട്. പോലീസ് മാനുവലിലെ സെക്ഷൻ 79 പ്രകാരം കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി പ്രതിരോധത്തിന് ലാത്തി ഉപയോഗിക്കാമെങ്കിലും സമരക്കാരുടെ തലയിൽ ഉൾപ്പെടെ ലാത്തി അടിക്കരുതെന്നാണ് കൃത്യമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായത്. പക്ഷേ ആ ഒരു നിയമലംഘനം നടന്നിട്ടും ആഭ്യന്തര വകുപ്പൊന്നും ചെയ്യുന്നില്ല എന്ന വിമർശനം നിലവിൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. മൂക്കിന് പൊട്ടലേറ്റ് ഷാഫി പറമ്പിലിനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിട്ടും പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രതിപക്ഷം ആയിരിക്കുന്നത്. ജനപ്രതിനിധിക്ക് നിയമത്തിന്റെ പരിരക്ഷ കിട്ടിയില്ലെങ്കിൽ സാധാരണക്കാരനായ പൗരന് എന്ത് നീതി എന്ന ചോദ്യവും നിലവിൽ ശക്തമാകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.